പവലിയനിലേക്ക് നമ്മൾ ആദ്യം വിളിക്കാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. സംഘനൃത്തം എന്ന് പറയുമ്പോൾ പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന തൃശ്ശൂര്. അതെ, പൂരം പോലെ തന്നെ നമ്മള് പറയൂല, അതിന്റെ ഒരു ആവേശം വേറെ എവിടെയും കിട്ടില്ല. അപ്പോ തൃശ്ശൂരിലെ ചുണക്കുട്ടികൾ അവതരിപ്പിച്ച ഒരു കിടിലൻ സംഘനൃത്തം അതൊന്ന് കണ്ടുവരൂ. வீதியிலே வேப்பிலையாலே தோரணம் கட்டி வைத்து கும்பகலசம் சிறுவர் தலையிலேந்தி விளக்கெடுத்து சந்நிதி தன்னிலே வாருங்கள், அன்னையை வாழ்த்தி பாடுங்கள், செம்பவளக்கருமாரி அம்மன் செங்கலாமையை வாழ்த்திடுங்கள். നൈവേദ്യം പോട്ട സമയത്തിലേ വந்தாളോരമ്മ. பசிக்குதே சாதம் தா. கடவுளே, இது அம்மனுக்கு நைவேத்தியம், உனக்கு தர பிரசாதம் இல்லையே. ഊരിലെ പുതുസാ വന്ന പൂക്കാരമ്മ തായെ മന്നിച്ചിടമ്മ എന്ന് അവളെ ഊട്ടിനാൾ ദേവമ്മ. நடுநிசி நேரத்திலே வீட்டு கதவை முட்டி கதவை திறந்தாள் அந்த அகதியை கண்டாள். வேப்பலையை அரைத்து வேப்பலை தண்ணீரை வீட்டு வாசப்படி தளித்து வாடி. நீ திரும்பி வர வைக்கும் நான் எங்கேயும் போக மாட்டேன். அம்மாவு கையையோ சாதம் கொடுக்கலே தஞ்சம் திரும்பினாள் தேவம்மா. வீட்டுக்குள் குடிலே நீலமேனியரை அங்காளம்மனே கண்டாள் அவள். ஊருகாக்க அம்மன் நம்ம ஊரிலே வசிக்க வேணும். ஆற்றிலே சாடி சொந்தம் உயிர் கொடுத்தால் ദേവമ്മാ. സംഘനൃത്തമാണ് അപ്പൊ നമ്മളിപ്പോ കണ്ടത്. അടിപൊളിയായിരുന്നു. ഇതെങ്ങനെ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്ന മുഖത്ത് പറയാ. ഈ ഇത്രയും കളിച്ചിങ്ങനെ ശ്വാസം പൊടുന്നുണ്ടോ? എത്ര കാലത്തെ പ്രാക്ടീസ് ആയി? ഇതൊരു 4.5 മാസം. ദിവസവും സ്കൂളിൽ പോയാൽ പിന്നെ സംഘനൃത്തത്തിന്റെ പ്രാക്ടീസ് തന്നെയായിരുന്നു. നിങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റേറ്റ് കലോത്സവത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയല്ലേ? നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? അയ്യോ, ഒത്തിരി എക്സൈറ്റ്മെന്റോടുകൂടിയാണ് വന്നത്. പിന്നെ ഒരു ഡ്രീം സഫലീകരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ശരി, ഇങ്ങനെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ? ഇല്ലില്ല. അപ്പൊ എ ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഉഷാറാക്കി കലക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത് തൃശ്ശൂർക്ക് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ആരോ നടുവാറ്റിലെ തള്ളിവിട്ട പൊണ്ണു കാവേരിയാറ്റിലെ ഒഴുകി വന്ന പൊണ്ണ് അഴകിയാന 5 വയതു പൊണ്ണ്. അപ്പൊ അതാ സംഘനൃത്തം കഴിഞ്ഞു. സംഘനൃത്തം കഴിഞ്ഞപ്പോഴത്തേക്ക്